ന്യൂനപക്ഷ കമ്മീഷൻ വന്ന് നിങ്ങൾക്ക് പറയാനുള്ളൊരു വേദി, അതെന്തായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളത് നേടിയെടുക്കും. നിങ്ങൾ വേണം അതിൻ്റെ പ്രോത്സാഹനം. മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ പീഡന ആരോപണങ്ങളിൽ ഇപ്പോൾ റിമാൻഡ് ആയിട്ടുണ്ട്. പ്രമുഖ നടനല്ല, പ്രമുഖ സംവിധായകൻ. അപ്പൊ എന്താണ് പറയാനുള്ളത്? ഒരുപാട് വർഷങ്ങളായിട്ട് കുറെ ആൾക്കാരെ മൂടി വെച്ച ഒരു സംഭവം എന്താ പറയാനുള്ളത്? എന്താ ഒരു തിരക്ക് നോക്കിയേ. എന്നിട്ട് വേണം എനിക്ക് കിട്ടുന്ന ചാൻസും കൂടെ എല്ലാം കളഞ്ഞ് ഞാൻ വീട്ടിൽ ഇരിക്കാം. ഞാൻ പറയട്ടെ, ഏതൊരാളായാലും ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം. അതിനുള്ളതാണ് കോടതി നിയമങ്ങളൊക്കെ. പ്രിയങ്ക പറഞ്ഞിട്ടല്ല അത് കേൾക്കേണ്ടത്. രണ്ട് അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഒരാൾ പറയുന്ന ചാൻസ് വെച്ചു, ഒരാൾ പറയും നമുക്കിതൊന്നും സത്യാവസ്ഥ അറിയാൻ പറ്റില്ല. അതറിയാൻ വേണ്ടി എനിക്ക് പോകാനും സമയമില്ല. വരുന്നത് എന്താണോ അതിനാണ് ഇവിടെ നീതി, ന്യായവും പോലീസും എല്ലാവരും ഉള്ളത്. അവർ കണ്ടുപിടിക്കട്ടെ, അവർ കണ്ടുപിടിച്ച് ആരാന്നുള്ളത് പറയട്ടെ. അല്ലാതെ പ്രിയങ്ക എന്ന ആൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ തെറ്റ് ചെയ്ത് ആരായാലും ശിക്ഷിക്കപ്പെടണം. സ്ത്രീകൾക്കായാലും മുന്നിൽ വന്ന എല്ലാ രംഗത്തും പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് എല്ലായിടത്തും ഉണ്ടാവും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ച തയ്യാറില്ല. അതായത് 2 വർഷമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമയിലുള്ള ഇങ്ങനത്തെ രീതിയിലുള്ള ലൈംഗിക പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു സാധാരണ സംഭവം പോലെയാണ് സിനിമയിൽ ഇങ്ങനത്തെ വീണ്ടും ആരോപിക്കണം. അതന്നെ പ്രമുഖന്മാരായ ഡയറക്ടേഴ്സിൻ്റെ പേരിങ്ങനെ പറയുമ്പോൾ ജനങ്ങൾക്ക് നടന്മാരിലും സംവിധായകരിലുള്ള പ്രതിച്ഛായ നഷ്ടപ്പെട്ടാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതൊക്കെ എല്ലാവരും പറയുന്ന ഓരോരോ കാര്യങ്ങളാണ്. ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. സിനിമാ രംഗത്ത് മാത്രമല്ല, പൊതുവായുള്ള എല്ലാ രംഗങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാം അടിസ്ഥാനമായിട്ടാണ് ഈ പോലീസും കോടതിയും ഒക്കെ ഇരിക്കുന്നത്. എന്താണെന്നുള്ള സത്യം തെളിയുന്നവരെ നമ്മൾ വലുതും വിളിച്ചു പറയാൻ പാടില്ല. അത് എനിക്ക് അഗെയിൻസ്റ്റും കൂടെ വരും. ഞാൻ ജീവിച്ചു പോകാനായിട്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോടാ, എങ്ങനെയും ജീവിച്ചോട്ടെ. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാം പുരുഷന്മാരുടെ തലയെ മാത്രം കെട്ടിവെക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കണ്ടുപിടിക്കണം. സ്ത്രീയാണ് കുറ്റം പറയണമെങ്കിൽ ആ സ്ത്രീയെ ശിക്ഷിക്കണം, പുരുഷനാണെങ്കിൽ പുരുഷനെ ശിക്ഷിക്കണം. രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ഒരാളെ മാത്രം, പുരുഷനെ മാത്രം കുറ്റക്കാരാക്കാൻ ഞാൻ ഒരിക്കലും അതിന് കൂട്ടുന്നില്ല. ഈ രഞ്ജിത്ത് സംവിധായകനെ നടനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ചേച്ചിയുടെ നിലപാട് എന്താണ്? എനിക്ക് ഒരു നിലപാടില്ല. എൻ്റെ നിലപാട് ഞാൻ പറയാം. ഇപ്പോഴും ഞാൻ പറയണ എൻ്റെ നിലപാട്, കുറ്റം ചെയ്തിട്ടുണ്ട് അത് തെളിയിഞ്ഞ് വരുന്നവരെ നമ്മളൊന്നും പറയാതിരിക്കുക. പിന്നെ സിനിമാ ഫീൽഡിലല്ല, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളെപ്പോലുള്ള മീഡിയാസ് അപ്പാപ്പ സമയത്ത് ഓൺലൈനിൽ കൊടുക്കും. അതോട് ഇച്ചിരി പേടിയുണ്ട്. നിങ്ങൾ ഒരിക്കലും തളരരുത്. നിങ്ങളാണ് മുന്നിൽ വരേണ്ടത്. നിങ്ങൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും സോൾവ് ആകും എന്നാണ് എൻ്റെ വിശ്വാസം. അത് തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു സ്ഥലത്തും നിങ്ങൾ താഴെയുണ്ട്. നിങ്ങൾക്കൊപ്പം എന്ത് സമയത്തും ഏത് സമയത്തും ഞാൻ ഉണ്ടാവും. ചേച്ചി, അതുപോലെ തന്നെ ഇലക്ഷനാണ്. അപ്പോൾ പിണറായിൻ്റെ ഒരു 3ാം ഭരണം ഉണ്ടാകുമോ? എൻ്റെ പൊന്നു മോനെ, 3, 4, 5 ഭരിക്കട്ടെ. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ഏത് ഭരണമായാലും അതാണ് വേണ്ടത്, അതാണ് കാഴ്ചവെക്കേണ്ടത്. അതിന് ആര് വരും എന്ത് വരും എന്നൊക്കെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. 10 വർഷത്തെ ഭരണം മോശമെന്ന് ചേച്ചിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാണ് പറയണത്? എന്തിനാണ് നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ? എൻ്റെ ഒരു സാധാരണ ജനത എന്ന നിലയിൽ നടിയെന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു സാധാരണ ജനത എന്ന നിലയിൽ 10 വർഷത്തെ ഭരണത്തെ എങ്ങനെ നോക്കിക്കാണും? എനിക്ക് നോക്കി ഇങ്ങനെ കാണാനേ പറ്റൂ. ഇങ്ങനെ നോക്കി കാണാനേ പറ്റൂ. അതിൽ കൂടുതൽ പറയാൻ എനിക്ക് പറ്റില്ല. ചേച്ചിയുടെ ഒരു സുഹൃത്താണ് രമേശ് പിഷാരടി. പുള്ളി ജയിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മോനെ, രമേശ് പിഷാരടി എൻ്റെ സുഹൃത്താണ്, എൻ്റെ കൂടെ സഹപ്രവർത്തകനാണ്. ജയിക്കണമെങ്കിൽ ജയിക്കണം. രമേശ് നല്ല നിലപാടുള്ള ഒരാളാണ്. ജയിക്കാൻ പറ്റുമ്പോൾ രമേശ് ജയിക്കട്ടെ. ഞാൻ പറഞ്ഞ ആരാ നല്ല പോലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആരുണ്ടോ, ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ ആരാണ് എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്തിരിക്കും, ജയിച്ചിരിക്കും. ഞാൻ വോട്ട് ചെയ്യും. ആർക്കാന്ന് ചോദിക്കണ്ട. അതെന്റെ ഇഷ്ടമുള്ള ആൾക്ക് ഞാൻ വോട്ട് ചെയ്യും. അല്ല, ചേച്ചിയുടെ രാഷ്ട്രീയം പുറത്ത് പറയണ്ട, പക്ഷേ ചേച്ചിക്ക് ഒരു രാഷ്ട്രീയ നിലവിലുണ്ട്. ഉണ്ട്. എന്താണ് രാഷ്ട്രീയം നിലവിലുള്ളത്? നിങ്ങളെ പോലുള്ള ഓരോ ചെറുപ്പക്കാരും ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്നത് ചെയ്യുക എന്നുള്ള രാഷ്ട്രീയം പഠിക്കണ്ട. ജനങ്ങളുടെ പൾസ് അറിഞ്ഞാൽ മതി. രാഷ്ട്രീയം പഠിച്ചിട്ടല്ല ആരും രാഷ്ട്രീയത്തിൽ വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് നരേന്ദ്രമോദിയെ കാണാൻ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ഒരു പ്രൈം മിനിസ്റ്ററെ കാണാൻ വേണ്ടി ഒരു പാർട്ടി ആവണമെന്നില്ല. ഞാൻ നാളെ പോയി കാണുകയാണെങ്കിൽ ഞാനൊരു സെൽഫി എടുക്കും. എൻ്റെ ആഗ്രഹമാണ് അദ്ദേഹത്തിനോട് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അത് എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ പോയി എടുക്കും ചെയ്യും. നരേന്ദ്രമോദി കാണാൻ ആരും ക്ഷണിക്കണ്ട. കല്യാണമാണോ ക്ഷണിച്ചു കൊണ്ടുപോകാൻ? അല്ലല്ലോ. കമൻസ് എന്തുവാണ്? കമൻസ് എത്രയോ വരും. പ്രൈം മിനിസ്റ്ററെ കാണാന്നുള്ളത് എല്ലാ പൗരന്മാരുടെയും അവകാശമാണ്. അത് പാർട്ടി നോക്കിയിട്ടൊന്നുമല്ല. ഞാൻ ഇനിയും പോകും, ഇനി കാണും ചെയ്യും. ചേച്ചിയുടെ പോലെ തന്നെ ചേച്ചിയുടെ സഹപ്രവർത്തകർ രമേശ് പിഷാരടിയൊക്കെ വിളിച്ചാൽ പാലക്കാട് എന്നെ വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ സഹപ്രവർത്തകർ വിളിച്ച് ഞാൻ പോകും. പാർട്ടി നോക്കിയിട്ടല്ല, വ്യക്തി സുഹൃത്ത് എന്താ നോക്കി. രാഷ്ട്രീയമാണോ ചേച്ചിയുടെ രാഷ്ട്രീയം? മോനെ, എനിക്ക് ഒരു കക്ഷിയില്ല, രാഷ്ട്രീയവും ഇല്ല മോനെ. ഞാൻ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ്. എനിക്ക് വേണ്ടത് ജനങ്ങളെയാണ്. നിങ്ങളെപ്പോലുള്ള അനിയൻ ചേട്ടന്മാരെല്ലാവരെയും ആണുങ്ങൾ പുരുഷന്മാരായി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് വരാതെ നോക്കുക. സ്ത്രീകൾക്ക് വേണ്ടിയും. അത് ഞാൻ പുരുഷന്മാർക്ക് മാത്രമല്ല, എവിടെ നീതിയുണ്ടോ ആ ഭാഗത്ത് ഞാൻ എൻ്റെ നിലപാടുണ്ട്.
പോയല്ലോ. എന്താ പോകാൻ പാടില്ലേ? എന്താ പോകാൻ പാടില്ലേ? എന്താണ് പോകാൻ പാടില്ല? നമ്മുടെ പ്രധാനമന്ത്രിയുടെ അദ്ദേഹം ചെയ്ത എന്തെങ്കിലും നല്ല പ്രവൃത്തി ഉണ്ടോ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് പോയി കാണാം, എല്ലാവർക്കും അവകാശമുണ്ട്. പാർട്ടി ബേസിലല്ല പ്രധാനമന്ത്രിയെ കാണാൻ പോണത്. ഒരു വ്യക്തി എന്ന നിലയ്ക്കും അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിൽ എന്തെങ്കിലും നല്ലതുണ്ടോ, എന്ത് ചീത്ത, അതൊന്നുമല്ല നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഞാൻ കാണാൻ പോയത്, വേറെ ആരെയല്ല. അതിനെനിക്ക് ആരെയും ക്ഷണം വേണ്ട. നാളെ വന്നാലും ഞാൻ പോയി കാണും, ഫോട്ടോ ഇടും. എൻ്റെ ഒരു ആഗ്രഹമാണ്. എന്താ ബുദ്ധിമുട്ടുണ്ടോ? വീണ്ടും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വർഷം, ഇത് അടുത്ത തെരഞ്ഞെടുപ്പിൽ. മോനെ, ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇതൊന്നും തീരുമാനിക്കേണ്ടത് ഞാനല്ല, ജനങ്ങളാണ്. ജനങ്ങൾ തീരുമാനിക്കും, അത് നടപ്പാക്കും. പ്രിയങ്ക ഇരുന്നോണ്ട് ഇന്നാളാവട്ടെ എന്ന് പറഞ്ഞാൽ ആക്കുന്ന മാജിക്കൊന്നും എൻ്റെ കയ്യിലില്ല. എനിക്ക് ആഗ്രഹിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കിപ്പോൾ വേറൊരു ആഗ്രഹമുണ്ട്. എനിക്കിപ്പോൾ സൽമാൻ ഖാൻ്റെ കൂടെ അഭിനയിക്കണം. നടക്കുമോ? ഇല്ലല്ലോ. നടക്കുമോ? സൽമാൻ ഖാൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കണം. നടക്കുമോ? ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. നടന്നാൽ നടക്കും, അത്രയല്ല, വേറെ ഒന്നുമില്ല. ആരായിരിക്കണം? നീ പറ. നീ പറയും, ഞാൻ തീരുമാനിച്ചിട്ട് നീ പറ ആരായിരിക്കണം. അത് തന്നെ ഞാൻ ഇത്ര നേരം പറഞ്ഞതെന്താ, ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുക, അതാണ് നല്ല ഭരണം, അല്ലേ? പിണറായി വീണ്ടും ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ പൊന്നു മോനെ, നീ എന്തിനാണ് എന്നായിട്ട് ഇങ്ങനെ കുഴപ്പിക്കണേ? നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി തള്ളി അങ്ങോട്ട് വിട്ടാൽ മതി. പ്രിയങ്ക ചേച്ചി അങ്ങനെ പറഞ്ഞു. എന്തിനാണ് എല്ലാവരും തമ്മിൽ തല്ലിക്കുന്നത്? ഞാൻ പാർട്ടി ഇനി ഭരിക്കുകയാണെങ്കിൽ ഇന്ന ആള് ഭരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് പാർട്ടി ബേസിലല്ല, ആ ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ അറിയുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല മോനെ, എനിക്ക് വന്നിട്ടില്ല. ആ എടാ, നല്ല ചോദ്യമാണല്ലോ. അപ്പൊ ഇവിടെ പാർട്ടി അങ്ങ് പറയാലോ. ഞാനിപ്പോ എന്തായാലും പാർട്ടിയിൽ മത്സരിക്കുന്നില്ല. ഇല്ല മോനെ, ഇപ്പൊ തൽക്കാലം പറയില്ല. പറയാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിട്ട് ഞാൻ പറയാം. സ്വതന്ത്രമായിട്ട് നിൽക്കാം. എന്തിനാ മോനെ വളച്ചടിച്ച് ചോദിക്കണേ? BJP അല്ലേ പ്രധാനമന്ത്രി, അതിൽ നിൽക്കുമെന്ന് നീ ഇങ്ങനെ ചോദിക്കണില്ല. വളയ്ക്കണ്ട. ഞാനിപ്പോൾ ഒരു പാർട്ടിയിൽ നിൽക്കാനല്ല, ഞാൻ പോയതും കണ്ടതൊക്കെ എന്താണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയത്, വേറെ ആരുമില്ല കേട്ടോ. നിങ്ങളെല്ലാവരും വന്ന് എന്തിനാ, ക്ഷണിച്ചിട്ടാണോ? അല്ലല്ലോ. അതേപോലെ ഒരു സാധാരണ സ്ത്രീയല്ല വന്നത്. ഇനിയും വരും, ഇനിയും പോകും, ഇനിയും കാണും. അതിനി പിണറായി വിജയൻ സാറിനെ കാണാനും പോകും, കോൺഗ്രസിൻ്റെ ആൾക്കാർ വന്നാലും പോകും, എല്ലാ പാർട്ടിയുടെ ആൾക്കാരും വന്ന് ഞാൻ പോകും. ഫോട്ടോ എടുക്കണം മോനെ. എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂ വരുമ്പോൾ ഞാൻ പറയാം ഞാൻ ഫോട്ടോ എടുത്തു. അമ്മയിലെ അംഗമാണോ? അല്ല, അങ്ങനെയല്ല. യുവനടികളെ എന്താക്കി? അല്ല, യുവനടികളെ സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ അമ്മ. അതെ, അതിനിപ്പോൾ എന്താ മോനെ? അമ്മയിലുള്ള എല്ലാ അംഗങ്ങളും ഞങ്ങളുടെ സഹോദരി ഒക്കെയാണ്. അപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. തെറ്റുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ ഒറ്റ കാര്യം ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയണം, നിങ്ങളത് ശ്രദ്ധിച്ചോളൂ. ഒരു കാര്യമുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കണം. നീ ഇപ്പം എന്നോട് മോശമായിട്ട് സംസാരിക്കാൻ ആ സ്പോട്ടിൽ സംസാരിക്കും, അല്ലാതെ കുറേ നാൾ കഴിഞ്ഞ് സംസാരിക്കുന്നത് ശരിയല്ല. നമുക്ക് പറ്റാത്ത ജോലിയാണ് ഇട്ടിട്ട് പോകണം. നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം, ഞാൻ ഇറങ്ങി പോയിക്കോളും, അതാണ് വേണ്ടത്, അല്ലേ? ശരിയാണോ? അല്ലേ? അപ്പൊ എന്റെ നിലപാടാണത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കാന്നുള്ളത്, അത് അപ്പൊ പ്രതികരിച്ച് തീർക്കാമായിരുന്നു. ഒരു യുവ നടി എന്ന നിലയിൽ ആ കുട്ടിക്ക് ധൈര്യം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. പൊന്നു മോനെ, നീ ആരോടാ ഇതൊക്കെ പറയണേ? ഇന്നത്തെ കാലത്ത് ഈ യുവ നടിയല്ല, ഏത് സ്ത്രീക്കാണെങ്കിലും യൂട്യൂബ് സർവത്ര സാധനങ്ങളും മീഡിയ എല്ലാം ഉള്ളിടത്ത് എന്താണ് അറിയാൻ പാടില്ലാത്തത്? എന്തിനാ അങ്ങനെ ചുമ്മാ കള്ളത്തരം പറയണത്? ഇന്ന് 15 വയസ്സ് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ എവിടെ പോയാൽ തെറ്റാണ്, ഞങ്ങൾ തെറ്റാണ്, ഇതാണ് ഇവർ ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അത് ഒരാളും അറിയാതെ പെട്ടുപോണ കാര്യങ്ങളൊന്നുമല്ല. എല്ലാം അറിഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം എന്താണ് ഈ ലോകം. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് വേറെ എന്തെങ്കിലും ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു.